ലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ നിയമനങ്ങളാണ് ഇന്ത്യയിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ നിയമനങ്ങൾ പഠിച്ചു, അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യയിലാണ്. കേരളത്തിലെ നിയമനങ്ങളെ കുറിച്ച് കൂടുതൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇന്ന് വരെയുള്ള നിയമനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് ഒരു നിയമനം എന്തായാലും ഒന്നോ രണ്ടോ മിനിമം ഒരെണ്ണമെങ്കിലും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്നതാണ്. ഒന്നിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി വരുന്ന എക്സാംസിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ASM പോലെയുള്ള എക്സാം ആണെങ്കിൽ 20 മാർക്സോളം, അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാംസിന് 10 മാർക്കോളമാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പദവികൾ വഹിക്കുന്നത് ആരൊക്കെ, ഇന്ത്യയിലെയും കേരളത്തിലെയും പല പദവികൾ, പല കമ്മീഷണർമാരെ ഒക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, അപ്പൊ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. കാരണം പദവികൾ മാറി മാറി വരും. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ പഠിച്ചു വെച്ചാൽ പറ്റുന്നതല്ല. അപ്ഡേറ്റഡ് ആകുമ്പോൾ ജസ്റ്റ് ആ പേര് മാറ്റി പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന എക്സാംസ് എല്ലാം, നോട്ടിഫിക്കേഷൻ വന്ന എല്ലാ എക്സാംസിന്റെയും കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിത്ത് മെന്റർഷിപ്പോട് കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാ കോഴ്സും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കാർഡ് ഉണ്ടാവും. സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിൽ ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ടോപ്പിക് എക്സാംസ് ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനി വരുന്ന ഏത് എക്സാം ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. എസ്പെഷ്യലി നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ASM പോലുള്ളത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു 20 മാർക്സോളം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ പദവികളാണെങ്കിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം എപ്പോഴാണ് നമുക്ക് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തൊട്ട് മുന്നത്തെ ആളുടെ പേര് കൂടെ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവും. അതായത് ഏതാണ് ചോദിക്കുന്നത്, മാറിയത് നമ്മൾ അറിയാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാർക്ക് നെഗറ്റീവ് വരും. സോ അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെയാണ്, എല്ലാം പറയുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, അപ്പം ഒന്നും അറിയില്ല, അപ്പം അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഴയത് ബാക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. സോ പക്ഷെ ആദ്യം പഠിക്കുന്നത്, ആദ്യമായി എക്സാം എഴുതുന്നവരും ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ്സ് പഠിക്കുന്നവർക്ക് വേണം ആരൊക്കെയാണ് ഏതൊക്കെ പദവികളിലാണെന്ന് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ടാണ് നമ്മള് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പൊ നന്നായിട്ട് നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എഴുതി വെക്കുകയോ ചെയ്യാം. എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് വെട്ടിയിട്ട് പിന്നെ എഴുതി വെച്ച് പഠിച്ചാലും മതി. അപ്പൊ നന്നായിരിക്കുന്നത് എഴുതി വെക്കുന്നതായിരിക്കും. അപ്പൊ ഒരു തവണ എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ പേര് ഓർമ്മയുണ്ടാവും. ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുക. അപ്പൊ രാഷ്ട്രപതി നമുക്കറിയാം ദ്രൗപദി മുർമു ആണ്, 15th രാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്, അത് 14th ആണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. എപ്പോഴും ന്യൂസ് കേൾക്കുകയും പത്രം വായിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേര് മറക്കത്തില്ല. പ്രധാനമന്ത്രി നമുക്കറിയാം നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലം വാരണാസിയാണ് കേട്ടോ. ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പദവികൾ പറഞ്ഞു. ഇപ്പൊ സ്പീക്കർ ആവട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അവരുടെ മണ്ഡലം കൂടെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ആ മണ്ഡലം കൂടി ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും, എവിടെ നിന്നാണ് ജയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ലോക്സഭാ സ്പീക്കർ സ്ഥിരം ഞാൻ ചോദിക്കുന്നതാണ് ഓം ബിർള. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെന്ന് ഉത്പൽ കുമാർ സിംഗ് ആണ്. ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭാ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ, അപ്പൊ രണ്ടും കൂടി ഒരാളെ പേര് പഠിച്ചാൽ മതിയല്ലോ. രാജ്യസഭാ ചെയർമാൻ ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഓക്കെ ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഉപരാഷ്ട്രപതി. അപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ എക്സാമിന് ചോദിക്കുന്നത്, അപ്പൊ നമുക്കൊന്ന് LDC ആണെന്ന് തോന്നുന്നു, തൊട്ട് മുന്നേ നടന്ന കുറച്ച് എക്സാംസിനൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിച്ചു. അദ്ദേഹം ഇവിടെ നിന്നുള്ളതാണ്, അത് മാത്രമല്ല എത്രാമത്തെയാണ് എന്നൊക്കെ. ആ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ഫാക്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതുകൊണ്ട് 15th ആണോ 14th ആണോ എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് കേട്ടോ.
ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ ആണ്. അടുത്ത് പ്രോടൈം സ്പീക്കർ ഉണ്ട്. പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ് എന്നാണ് പേര്. മലയാളം പേരുകൾ പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളാണ്, പക്ഷെ എന്നാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഒരുപാട് തവണ കേട്ട് പഠിക്കുമ്പോൾ എന്തായിരിക്കും ഓർമ്മയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂസ് പേപ്പർ വായിക്കുകയും ന്യൂസ് കേൾക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പേര് കേട്ടെങ്കിലും ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ പേരാണ് ഹരിവംശ നാരായൺ സിംഗ്. ആരാണ്? ഹരിവംശ നാരായൺ സിംഗ് ആണ് ഇത് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആണ്. മല്ലികാർജുൻ ഖാർഗെ ന്യൂസിലൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, കുറെ പേർക്ക് പേരുകൾ ഓർമ്മ ഉണ്ടായിരിക്കും, പക്ഷെ അത് അവർ ആരാണെന്ന് ഓർമ്മ ഉണ്ടായിരിക്കില്ല. അപ്പൊ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. അപ്പൊ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ ആണ്. അതുപോലെ രാജ്യസഭാ നേതാവ്, അതായത് സഭയുടെ മെയിൻ നേതാവ്, രാജ്യസഭയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ JP നദ്ദ അല്ലെങ്കിൽ ജഗത് പ്രകാശ് നദ്ദയാണ് കേട്ടോ. രാജ്യസഭയുടെ നേതാവ് അല്ലെങ്കിൽ ഹൗസിന്റെ ഓണർ എന്നൊക്കെ പറയും. ആരാണ്? ജഗത് പ്രകാശ് നദ്ദയാണ്. ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ JP നദ്ദ എന്ന് പറയും. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോഡിയാണ് കേട്ടോ. നമ്മള് ലോക്സഭാ സെക്രട്ടറി ജനറൽ പഠിച്ചതുപോലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദിയാണ്. പ്രോടൈം സ്പീക്കർ ആരാണ്? ഭർതൃഹരി മെഹ്താബ് ആണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മല്ലികാർജുൻ ഖാർഗെ. അതുപോലെ രാജ്യസഭാ നേതാവ് ആരെന്ന് ചോദിച്ചാൽ JP നദ്ദയാണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോഡി. ഓർത്തിരിക്കുക. അടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ മുമ്പ് പഠിച്ച് മാറിയിട്ട് കുറച്ച് നാളായി. നമ്മൾ മുമ്പ് 2 മാസം മുന്നേ പഠിച്ചപ്പോൾ വേറെ പേരാണ്, സോ അതുകൊണ്ട് മാറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഈ സഞ്ജീവ് വരുന്ന 3 ആൾക്കാരുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അത് മാറിപ്പോകരുത് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥിരമായിട്ട് സുപ്രീം കോടതി ചോദിക്കും, ഹൈക്കോടതി ചോദിക്കും, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. സ്വദേശം ന്യൂഡൽഹിയാണ് കേട്ടോ. 51 ആണ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ഓക്കെ ആണല്ലോ. മേ ബി എന്താ, ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിൽ സ്വദേശം പറയാം, അല്ലെങ്കിൽ എത്രാമതാണെന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 51ാമതാണ്. പിന്നെ മുഖ്യമായിട്ടും നമ്മൾ കുറെ കമ്മീഷണർമാരെ നോക്കാറുണ്ട്. ചീഫുകളുടെ പേരാണ് നോക്കുന്നത്. ഇപ്പൊ ഇലക്ഷന്റെ കമ്മീഷണറുണ്ട്, മനുഷ്യാവകാശം, വിവരാവകാശം, അതിന്റെയൊക്കെ മുഖ്യ ആൾക്കാരുടെ പേര്, അതായത് ചീഫ് കമ്മീഷണർമാരുടെ പേര് നോക്കി വെക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് വെച്ചാൽ രാജീവ് കുമാർ ആണ്. ആരാണ്? രാജീവ് കുമാർ. മനുഷ്യാവകാശ കമ്മീഷണർ മാറിയിട്ടുണ്ട്, V സുബ്രഹ്മണ്യനാണ്. ആരാണ്? V സുബ്രഹ്മണ്യനാണ് കേട്ടോ. അടുത്ത മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ സമരിയ. അടുത്ത് ധനകാര്യ കമ്മീഷൻ, അതായത് ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗരിയ. എത്രാമതാണ്? 16th ആണ് കേട്ടോ. ഇപ്പൊ മലയാളത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ അത് പഠിക്കേണ്ടി വരും. ധനകാര്യ കമ്മീഷന് ഫിനാൻസ് കമ്മീഷൻ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ബാലാവകാശ കമ്മീഷൻ പ്രിയങ്ക് കനുംഗോ. ആരാണ്? പ്രിയങ്ക് കനുംഗോ ആണ്. ഒന്നുകൂടെ നോക്കുക. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് V രാമസുബ്രഹ്മണ്യനാണ്. അടുത്ത മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ആണ്. അതെന്ന് പറയുന്നത് ഹീരാലാൽ സമരിയാണ്. അതുപോലെ ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗരിയ. ബാലാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാല് പ്രിയങ്ക് കനുംഗോയാണ് കേട്ടോ. പേരുകളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാന ആണ്. പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ വേറെ ആയിരിക്കും. നമ്മൾ മലയാളത്തിലേക്ക് ഹിന്ദി പേരാണല്ലോ, അപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചാൽ മതി പേരുകള്. പട്ടികവർഗ, നോക്കിയത് പട്ടികജാതി കമ്മീഷനാണ്. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അന്തർ സിംഗ് ആര്യ. ആരാണ്? അന്തർ സിംഗ് ആര്യ എന്നാണ് പേര്. അതുപോലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ റഹത്കറെ. നമ്മൾ ഇടയ്ക്ക് ന്യൂ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചപ്പോൾ, ഇടയ്ക്ക് അപ്പോയിന്റ്മെന്റ് മാറിയവരുടെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ മാറിയിട്ടുണ്ട്. ആരാണ്? വിജയ കിഷോർ റഹത്കറെ. വിജയ കിഷോർ റഹത്കറെ എന്നാണ് പേര്. അതുപോലെ നമ്മൾ എന്തുകൂടെ നോക്കുക, ന്യൂനപക്ഷവും പിന്നാക്ക കമ്മീഷനും കൂടെ നോക്കിയിരിക്കുക. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷവും പിന്നാക്ക കമ്മീഷനും മാറിപ്പോകരുത് കേട്ടോ.
പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ ആണ്. ഫുള്ള് പഠിച്ചില്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ എങ്കിലും പഠിച്ചത്, വലിയ പേരായതുകൊണ്ട് ചെറിയ പോർഷൻ എങ്കിലും ഓർത്തിരിക്കുക. ന്യൂനപക്ഷവും പിന്നാക്ക കമ്മീഷനും മാറിപ്പോരുത്, അല്ലെങ്കിൽ എന്താണ് രണ്ടും ഏറെക്കുറെ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷനിൽ രണ്ടും കാണാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത UPSC ചെയർമാൻ ആണ്. UPSC ചെയർമാൻ പ്രീതി സുധനാണ്. CBC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് CBC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. പിന്നെ ലോക്പാൽ ആണ്. നമ്മൾ കേരളത്തിന്റെ പഠിച്ചപ്പോൾ ലോകായുക്ത പഠിച്ചതുപോലെ ലോക്പാൽ ആണ്. അജയ് മണിക് റാവു ഖാൻ വിൽഖർ എന്നാണ്. അജയ് മണിക് റാവു, ഇത്രയെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ, അജയ് മണിക് റാവു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ ആണ് R വെങ്കിട്ടരമണിയാണ്. ആരാണ്? R വെങ്കിട്ടരമണി. അടുത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേട്ടോ, തുഷാർ മേത്തയാണ്. അടുത്ത് CAG സഞ്ജയ് മൂർത്തി. CAG എന്ന് പറഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതിന്റെ ചുരുക്കപ്പേരാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് സഞ്ജയ് മൂർത്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ RBI പഠിച്ചപ്പോ സഞ്ജീവ് ഖന്ന പഠിച്ചു. സുപ്രീം കോടതി പഠിച്ചപ്പോ ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. ഇപ്പൊ നമ്മൾ എന്താണ് CAG പഠിക്കുമ്പോ അത് സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ 3 എണ്ണം വരുന്നു. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ISRO ചെയർമാൻ മാറിയിട്ടുണ്ട്, V നാരായണനാണ്. സോമനാഥ് ആയിരുന്നു, അദ്ദേഹം മാറിയിട്ടുണ്ട്. ISRO ചെയർമാൻ മാറിയിട്ടുണ്ട്, ഓർത്തിരിക്കുക, V നാരായണൻ. ഇപ്പൊ V നാരായണൻ എന്നുള്ള പേരായതുകൊണ്ട് തന്നെ, എളുപ്പ പേരായതുകൊണ്ട് ഓപ്ഷനിൽ എന്തായിരിക്കും? P ഇനിഷ്യൽ മാറ്റി ചോദിക്കാം. V നാരായണൻ, K നാരായണൻ. സാധാരണ തൊട്ട് മുന്നേ ഉള്ള ആൾക്കാരുടെ പേരായിരിക്കും ചോദിക്കുന്നത്. മാറിയ കാര്യം നമ്മൾ അറിയണം, അതിന്റെ ഇനിഷ്യലും കൃത്യമായി ഓർത്തിരിക്കുക. ISRO ചെയർമാൻ സോമനാഥ് മാറിയിട്ടുണ്ട്. ആരാണ്? V നാരായണനാണ്. ഓക്കെ. അടുത്ത VSSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായരാണ്. RBI ഗവർണർ എന്താണ്? സഞ്ജയ് മൽഹോത്ര. 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, RBI സഞ്ജയ് മൽഹോത്ര. പിന്നെന്താണ്? CAG സഞ്ജയ് മൂർത്തിയാണ്. പിന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജയ് ഖന്ന. സർനെയിം ഒക്കെ വേറെയാണ്, പേരുകൾ സഞ്ജയ് ആണ്. അപ്പൊ ഇത് 3 എന്താണ്? സഞ്ജയ് ആണ്, മാറിപ്പോരുത്. RBI ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. CAG സഞ്ജയ് മൂർത്തിയാണ്. CAG പറഞ്ഞ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്, അദ്ദേഹം അതാണ് സഞ്ജയ് മൂർത്തിയാണ്. പിന്നെ ഉള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജയ് ഖന്നയാണ്. ഓക്കെ ആണ്, സഞ്ജയ് മാറിപ്പോരുത്. അപ്പൊ 3 പേര് ഒറ്റ പേര് പഠിച്ചാൽ മതി, സർനെയിം മാത്രം മാറ്റി പഠിക്കുക. അടുത്ത സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് പറയുന്നത് മാധവി പുരി ബുച്ച് ആണ് കേട്ടോ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിന്റെ ഡയറക്ടർ ആഴ്ചയിൽ മാധവി പുരി ബുച്ച് ആണ്. പിന്നെ നബാർഡിന്റെ ചെയർമാൻ ഷാജി KV, അതൊരു മലയാളം പേരായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. നബാർഡ് ചെയർമാൻ ആരാണ്? ഷാജി KV. IRDA എന്ന് വെച്ചാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാല് ദേബാശിഷ് പാണ്ഡെ ആണ്. അപ്പം RBI, CAG, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എല്ലാം സഞ്ജയ് ആണ്, സർനെയിം മാത്രം മാറ്റി പഠിക്കുക. ISRO ചെയർമാൻ മാറിയിട്ടുണ്ട്, V നാരായണനാണ്. ഇനിഷ്യൽ മാറിപ്പോരുത്, V നാരായണൻ. അതുപോലെ VSSC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായരാണ്. RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര, 26th ആണ് കേട്ടോ. അടുത്ത സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ മാധവി പുരി ബുച്ച് ആണ്. നമ്മുടെ നബാർഡിന്റെ ചെയർമാൻ ഷാജി KV ആണ്. അടുത്ത ഇൻഷുറൻസ് ആൻഡ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് IRDA എന്ന് പറയുന്നത്, അതിന്റെ ചെയർമാൻ ദേബാശിഷ് പാണ്ഡെ ആണ്. അപ്പൊ ഒത്തിരി പേര് പഠിച്ചിട്ടുണ്ട്, മറന്നു പോകരുത് കേട്ടോ. അടുത്ത് നമ്മുടെ കരസേന അതുപോലത്തെ ഫോഴ്സിന്റെ ഒക്കെ മേധാവികളാണ് നോക്കുന്നത്. കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി, ഇത് 3 ഉറപ്പായിട്ടും മാറി മാറി ചോദിക്കുന്നുണ്ട് ഓരോ എക്സാമിനും. അപ്പൊ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. കരസേന ഇംഗ്ലീഷിൽ ആർമി ചീഫ് എന്നാണ് ചോദിക്കുക, ആർമി ചീഫ്. അടുത്ത വ്യോമസേന മേധാവി ആരെന്ന് ചോദിച്ചാല് എന്താണ്? അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ്, AP സിംഗ് എന്ന് ഓർത്തു വെച്ചാലും മതി, അമർപ്രീത് സിംഗ്. അടുത്ത നേവി, നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അഡ്മിറൽ അത് അവരുടെ ഇതാണ് കേട്ടോ. മറ്റേതിന് എന്ത് വരും? അപ്പൊ മറ്റേത് വ്യോമസേന ആകുമ്പോൾ നമുക്ക് എയർ മാർഷൽ എന്ന് വരും. അതുപോലെ ഇത് അഡ്മിറൽ, അതിന്റെ പേരല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് കേട്ടോ. അടുത്ത കരസേന മേധാവി അതായത് ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദിയാണ്. വ്യോമസേന മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. നാവികസേന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അടുത്ത റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ സതീഷ് കുമാർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ ആണ്. പിന്നെ നമ്മുടെ CASFന്റെ ഡയറക്ടർ ജനറൽ രജ്വീന്ദർ സിംഗ് ഭട്ടിയാണ്. പിന്നെ ED അല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ആരെന്ന് വെച്ചാൽ രാഹുൽ നവീൻ ആണ് കേട്ടോ. അതൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മള് എല്ലാ അപ്പോയിന്റ്മെന്റ്സും ഇന്ത്യയിൽ നടന്ന് പഠിച്ചിരിക്കണം. അടുത്ത
PSC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ PSC എന്ന് ഓർത്തു വയ്ക്കുക. അത് KC വേണുഗോപാലാണ് കേട്ടോ. അതിന്റെ ചെയർമാൻ ആരാണ്? KC വേണുഗോപാലാണ്. അതുപോലെ അടുത്ത BSF-ന്റേത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF-ന്റേത് ദൽജിത് സിംഗ് ചൗധരിയാണ്. ദൽജിത് സിംഗ് ചൗധരിയാണ്. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V അനന്ത നാഗേശ്വരൻ. ഇത് സാമ്പത്തിക ഉപദേഷ്ടാവാണ്. അടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ. കുറെ നാളായിട്ട് നമ്മൾ ആ പേര് കേൾക്കുന്നുണ്ട്, അത് ഓർമ്മയിരിക്കും, അജിത് കുമാർ ഡോവൽ. പക്ഷെ സാമ്പത്തിക ഫിനാൻസിന്റെ ആയിട്ട് അഡ്വൈസറി കമ്മിറ്റിയിലുള്ള ആളാണ്. സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ്? V അനന്ത നാഗേശ്വരൻ. അടുത്ത നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരെന്ന് അജിത് കുമാർ ഡോവൽ ആണ് കേട്ടോ. അടുത്തത് സെക്രട്ടറിമാരാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. നമ്മൾ വേറെയും കുറച്ച് രാജേഷ് പഠിച്ചു, സോ മാറിപ്പോകരുത്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. അടുത്തത് നോക്കുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഞാൻ എല്ലാ സെക്രട്ടറിമാരും ഒരുമിച്ചാണ് പറയുന്നത്, സോ കൺഫ്യൂസ് ആവരുത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി, ഇത് പ്രതിരോധ സെക്രട്ടറി, ഇത് ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ ആണ് കേട്ടോ. അപ്പം മറ്റേ നമ്മുടെ ISROയിൽ സോമനാഥ് പോയല്ലോ, അപ്പം വേറൊരു സോമനാഥ് നമ്മൾ പഠിക്കുക, അത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് പഠിക്കുക. TV സോമനാഥൻ ആണ്. അടുത്ത ആഭ്യന്തര സെക്രട്ടറി അല്ലെങ്കിൽ ഹോം സെക്രട്ടറി എന്ന് പറയുന്നത് ഗോവിന്ദ് മോഹൻ. ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ് നമ്മുടെ ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി. പിന്നെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് വിക്രം മിശ്രി ആണ്. വിക്രം മിശ്രി. ഫിനാൻസ് സെക്രട്ടറി ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. അപ്പൊ സെക്രട്ടറിമാർ ഒരു 5 പേരുണ്ട്, പഠിച്ചു വെക്കുക. പ്രതിരോധ വകുപ്പ് രാജേഷ് കുമാർ സിംഗ് ആണ്. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ ആണ്. ഹോം സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് ഗോവിന്ദ് മോഹൻ ആണ്. വിദേശകാര്യ സെക്രട്ടറിയുടെ പേര് എന്താണ്? വിക്രം മിശ്രി. അടുത്ത ഫിനാൻസ് സെക്രട്ടറി ആണ് തുഹിൻ കാന്ത പാണ്ഡെ. ഓക്കെ ആണ്. അടുത്ത കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള ചെയർമാൻ ആണ്. SBIയുടേത് മാറിയിട്ട് കുറെ നാളായി, നമ്മൾ എന്നാലും അത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ അപ്പോയിന്റ്മെന്റ്സും ഒന്നുകൂടെ പറയുന്നത്. SBIയുടെ ചെയർമാൻ ചെല്ല ശ്രീനിവാസുലു ശെട്ടിയാണ്. LICയുടേത് സിദ്ധാർത്ഥ മൊഹന്തിയാണ്. പിന്നെ നിതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നിതി ആയോഗ് ഉറപ്പായിട്ടും പഠിച്ച. പിന്നെ അതിന്റെ വൈസ് ചെയർമാൻ പഠിക്കുക സുമൻ K ബറി. രണ്ടും പഠിച്ച. CEOയും പഠിക്കുക, എന്താണ് വൈസ് ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ സുമൻ K ബറിയാണ്. CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. നിതി ആയോഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സോ അതുകൊണ്ട് നിതി ആയോഗ് ഓർത്തിരിക്കുക. ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയായിട്ട്. അടുത്ത CEO BVR സുബ്രഹ്മണ്യം, വൈസ് ചെയർമാൻ സുമൻ K ബറി. ഈ 3 പേരുകളും മറക്കരുത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് SSC ചെയർമാൻ. നമ്മൾ നേരത്തെ UPSC പ്രീതി സൂദൻ പഠിച്ചു, അത് SSC ചെയർമാൻ ആണ് രാകേഷ് രഞ്ജൻ ആണ്. പിന്നെ CBIയുടേത് പ്രവീൺ സൂദാണ്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മാധവ് കൗശിക് ആണ്. ആരാണ്? മാധവ് കൗശിക് ആണ്. ഇത് കുറച്ച് മിസലേനിയസ്, ബാക്കി എല്ലാം എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വെക്കുക. ഇതെല്ലാം എക്സാംസിന് ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം, അതായത് മുമ്പ് ചോദിച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴാണ് ആരാണ് മാറുന്നതെന്ന് അറിയില്ല. ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ എക്സാമിനും ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആപ്പ് ചെലച്ചിറ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുവരെയും ഡൗൺലോഡ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക? അതുകൂടെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞു 20 മാർക്സോളം ഓരോ എക്സാംസിനും ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ്സ് നന്നായിട്ട് പഠിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.